ജൂലൈ 13 ശനിയാഴ്ച, സമയം രാവിലെ 10:30. തലസ്ഥാന നഗരത്തിൽ 2 പേർ കാണാതാകുന്നു. ഒരാൾ ശുചീകരണ തൊഴിലാളി മാരായമുട്ടം സ്വദേശി ജോയ്, മറ്റൊരാൾ ഉള്ളൂർ സ്വദേശി രവീന്ദ്രൻ. ജോയ് തമ്പാനൂരിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ കൺമുന്നിൽ നിന്ന് മറയുന്നതിന് ദൃക്സാക്ഷികളുണ്ടായിരുന്നു. എന്നാൽ രവീന്ദ്രൻ മറയുന്നത് ആരും കണ്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലുരോഗ വിഭാഗത്തിലെ ഡോക്ടറെ കാണാൻ OPയിലെത്തിയതായിരുന്നു രവീന്ദ്രൻ. 2ാം നിലയിലേക്ക് പോകാൻ ഈ 11ാം നമ്പർ ലിഫ്റ്റിൽ കയറി. പിന്നെ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു. എനിക്കൊരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർത്തോ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഡോക്ടറെ കാണാൻ വരുന്നു. ഞാൻ മുകളിലോട്ട് പോകാൻ വേണ്ടി കയറുമ്പോൾ, അതായത് ആ സൂപ്പർ ഓഫീസിലോട്ട് കയറുന്നതിൻ്റെ ആ സൈഡിൽ ഒരു മെഡിക്കൽ സ്റ്റോറിന് അപ്പുറത്തായിട്ട് ലിഫ്റ്റ് ഉണ്ട്. 11ാം നമ്പർ ലിഫ്റ്റ് അല്ലേ? 11ാം നമ്പർ ലിഫ്റ്റ് കയറി ഞാൻ പ്രസ് ചെയ്തു, മുകളിലോട്ട് കയറാൻ പ്രസ് ചെയ്ത് ബട്ടൺ അമർത്തി ഒന്ന് ഉയർന്നു, ടഫായി. പിന്നെ ഒന്നും അറിയില്ല. പെട്ടെന്ന് ഈ ശബ്ദത്തിനിടയിലാണ് എൻ്റെ കയ്യിൽ നിന്നിരുന്ന മൊബൈൽ താഴെ വീഴുന്നത്. അത് പൊട്ടി അവിടെ എത്തുമ്പോൾ ഈ ലിഫ്റ്റിൻ്റെ ഡോറ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ വിളിച്ചുകൊണ്ട് അവിടെ നല്ല പവർഫുള്ളായിട്ടുള്ള വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ കയറുന്നു, ബ്ലഡ് അല്ല ഈ ഇത് ലിഫ്റ്റ് ഓണാവുന്നു, ശകലം ഉയർന്ന ശേഷം ടഫനായി അങ്ങ് നിലച്ചു. ലിഫ്റ്റ് തകരാറാണെന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല? ഇല്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ അകത്തെന്താണ് സംഭവിച്ചത്? പിന്നെ അകത്ത് കയറി ഈ അകത്തായിപ്പോയി ഞാൻ ലിഫ്റ്റ് ഞാൻ അവിടെ തന്നെ എൻ്റെ മൊബൈൽ വഴി വിളിക്കാൻ നോക്കി പരമാവധി. അപ്പോൾ ഈ ലിഫ്റ്റിൽ നിന്ന് കാൽ പുറത്ത് പോകുന്നില്ല. ഞാൻ അലാറം കൊടുത്തു നോക്കി, രക്ഷയില്ല. ലൈറ്റ് ഉണ്ടായിരുന്നു? അപ്പോൾ ലൈറ്റ് പോയി. ഇരുട്ടാണെങ്കിൽ നല്ലവണ്ണം എയർ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയാണോ പകലാണോ എന്നറിയില്ല. കാരണം എൻ്റെ മൊബൈലും നിശ്ചലമായി. മൊബൈൽ എന്ന് പറഞ്ഞാൽ ചാർജ് പോയി. അപ്പം എനിക്ക് മൊബൈലുണ്ടെങ്കിൽ എനിക്ക് ദിവസമോ സമയമോ അറിയാം. അപ്പോൾ അതും നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പുറം ലോകവുമായി ബന്ധമില്ല. എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ പാർട്ടിക്കാർക്കോ ഞാനിവിടെ കുരുങ്ങിപ്പെട്ട കാര്യം അറിഞ്ഞും കൂടാ. അവർ വിചാരിക്കുകയാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് നേരെ ജോലി സ്ഥലത്തേക്ക് പോയി കാണും. മരണം മുഖാമുഖം. എൻ്റെ മരണപ്രാളം പോലെ ഞാൻ അവിടെ മാതൃപ്പിതൃ പരമ്പരയിൽപ്പെടുന്ന സകല ആൾക്കാരെ അതിനകത്ത് വെച്ച് കാണുമെന്ന് പറയും പോലെ ആയിപ്പോയി. അപ്പം ഭയം കൂടി വന്നു. മൂലയെ പോയി എൻ്റെ ഇരുന്ന ബാഗുമായി വെച്ച് അതിനെ തലയണയാക്കി ബാഗിനെ ഞാൻ കിടന്നു. തുറക്കാൻ കഴിയുന്ന ആ റോഡിനോട് ഞാൻ മലമൂത്ര നടത്തി. കാരണം ഇതുവഴി മലമൂത്ര നടത്തുമെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ച് മലം പോയി. പിന്നെ എനിക്കൊന്നും അറിയില്ല. വെള്ളം കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ലായിരുന്നു. പിന്നെ ഈ BP-യുടെ കംപ്ലൈൻ്റ് ഉണ്ട്. ഞായറാഴ്ചയും ഈ പകല് മുഴുവൻ എന്തായിരുന്നു മാനസികാവസ്ഥ? ഞാൻ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ധാരണ ഒരു 20-ാം തീയതി ആയിക്കണമെന്നാണ്. കാരണം എനിക്ക് ഈ ഓരോ മണിക്കൂർ ഓരോ ദിവസം പോലെ ആയിരിക്കണം. സത്യം പറഞ്ഞ ഒരു ഭയങ്കരമായ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എങ്ങനെ ഇത് തുറക്കുന്ന സമയം എന്തായിരുന്നു? അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ വിളിയത് ഇങ്ങനെ തുറക്കണം. അപ്പോൾ ഞാനും പോയി ഇങ്ങനെ തുറന്നു. ഞാൻ പറഞ്ഞു ഹലോ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇനി വിളിച്ചാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എടുത്തോന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിളിച്ചാടി. ഒരു ദൂതനെ പോലെ അല്ലെങ്കിൽ ആരോ പറഞ്ഞു വിട്ട് വന്ന ഒരു മഹത് വ്യക്തിയെ പോലെയാണ് അദ്ദേഹം വന്ന് എന്നെ പുറത്ത് രക്ഷപ്പെടുത്തിയത്. തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് തോന്നി? എൻ്റെ സ്ഥാനത്ത് ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ ഒരു മാരകമായ അസുഖമുള്ള രോഗിയോ ഒരു ക്യാൻസർ പേഷ്യൻറ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. താങ്കൾ അപകടത്തിൽപ്പെടുന്ന സമയം നഗരത്തിൽ അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നു. ഇന്ന് വെളുപ്പിന് ഇറങ്ങിയിട്ടാണ് അറിയണത്. ചായ ഉണ്ടോന്ന് പറഞ്ഞ് നിങ്ങളെ കൂടെ അകപ്പെട്ട് കാണാതെ ഒരാൾ മരണപ്പെട്ടു പോയി. ഇന്ന് രാവിലെ രവീന്ദ്രനെ ലിഫ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം ഈ 11ാം നമ്പർ ലിഫ്റ്റിന് മുന്നിൽ ബോർഡ് സ്ഥാപിച്ചു, ഈ ലിഫ്റ്റ് തകരാറിലാണെന്ന്. ഈ ബോർഡ് തകരാറിലായപ്പോഴേ സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു രോഗിക്ക് 42 മണിക്കൂർ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് ആരോഗ്യമന്ത്രി ഇടപെട്ടു. അന്വേഷണം നടത്തി 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെയും ഡ്യൂട്ടി സാർജനെയും സസ്പെൻഡ് ചെയ്തു. ലിഫ്റ്റിൽ കുടുങ്ങിയത് CPIയുടെ പ്രാദേശിക നേതാവാണ്. അതുകൊണ്ട് സംഭവത്തിന്റെ ഗൗരവം CPI സംസ്ഥാന സെക്രട്ടറി സർക്കാരിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആർക്കും ദുഃഖം ഉണ്ടാക്കുന്നതാണ്, ആശങ്ക ഉണ്ടാക്കും. രവി കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിൻ്റെ മനോധൈര്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റി. ഇതിൻ്റെ ഗൗരവം അറിയാവുന്ന ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. ഈ സർക്കാരിനും മന്ത്രിക്കും ഇതൊക്കെ മനസ്സിലാകും. ഈ ഗവൺമെൻറ്റും ഈ മന്ത്രിയും അതുകൊണ്ട് തന്നെ ഉചിതമായ പരിഹാരം ഉണ്ടാക്കുന്ന ഉറപ്പുണ്ട്. രവീന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു ഗുരുതര രോഗിയാണ് ലിഫ്റ്റിൽ കുടുങ്ങിയതെങ്കിൽ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഒരു ഞെട്ടിക്കുന്ന ദുരന്ത വാർത്തയാകുമായിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ ഇത്ര നിസ്സാരമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ ഗൗരവ പ്രശ്നം കൂടിയാണ് ലിഫ്റ്റ് സംഭവം തെളിയിക്കുന്നത്. ക്യാമറമാൻ രതീഷിനും പ്രവീൺ ദാസിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.
തിരുവനന്തപുരം.